വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ലഞ്ച് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ പുറത്ത് നല്ല മഴയും അതുപോലെ തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. 3-4 ദിവസമായിട്ട് അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് മുറ്റത്തൊക്കെ വെള്ളം നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് 2 പേരായിട്ട് പറയുന്ന ഒരു മട്ടൻ ബിരിയാണിയുടെ നല്ലൊരു റെസിപ്പി കാണിക്കാൻ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മട്ടനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിൽ തന്നെ മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കത് കുക്കാക്കി എടുക്കാം. പിന്നെ അതിലേക്കുള്ള റൈസ് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റൈസും കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് നട്ട്സ് അതുപോലെ തന്നെ റൈസിൻസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നട്ട്സും റൈസിൻസൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഗോൾഡൻ കളറാവുന്ന സമയത്ത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് 5 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്, അത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഒരു പകുതി ഭാഗം നമ്മൾ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വേപ്പിലയും പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 1/4 ഭാഗം വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളകൊന്ന് മാറി വന്ന ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് മസാലയായിട്ട് ബിരിയാണി മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല 1 ടേബിൾ സ്പൂണും ഗരം മസാലപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 3/4 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുക്കറിൽ കുക്കാക്കി വെച്ച മട്ടൻ ഉണ്ടല്ലോ, അത് ആ ഗ്രേവിയോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 3 വിസിൽ വരുന്നവരായിട്ട് ഞാൻ മട്ടൻ കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാലയിൽ വേണ്ട മട്ടൻ ബാക്കി കുക്കായി വരാൻ, അങ്ങനെ അതൊക്കെ കുക്കായി വന്ന ശേഷം ലാസ്റ്റ് അതിലേക്ക് തേങ്ങാപ്പാലിൽ നമ്മുടെ കശുവണ്ടി ഉണ്ടല്ലോ, കാഷ്യൂ നട്ട്സ്, അത് നന്നായിട്ട് അരച്ച് ചേർത്തതാണ് കേട്ടോ. അതും തേങ്ങാപ്പാലും കൂടി അരച്ചത് ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം കേട്ടോ. ബിരിയാണി പോട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നെയ്യും അതുപോലെ തന്നെ ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ചേർത്ത് കൊടുത്തിട്ട് അതിന് മീതെ വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മല്ലിയിലയും കാഷ്യൂ നട്ട്സും ഒണിയനൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് പാലിലോ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയ വെള്ളത്തിലോ കുറച്ച് എസൻസ്, വാനില എസൻസ് ആണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. കുറച്ച് RKG ഉണ്ട് അതിന് മീതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിലായിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കുക, വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, പാലിൽ കലക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മല്ലിയില ഒണിയനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം ഒന്ന് ദമ്മാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ചെയ്തിട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു മസാലയാണ് കേട്ടത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.